ആലപ്പുഴ CPI മണ്ഡലം സമ്മേളനം പൊട്ടിത്തെറിയെ തുടർന്ന് നിർത്തിവെച്ചതിൽ അന്വേഷണം. ടി ജിസ്മോൻ ഉൾപ്പെടെ 3-അംഗ സമിതിയാണ് അന്വേഷിക്കുക. യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു സമ്മേളനത്തിലെ പ്രധാന ആക്ഷേപം. ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ കഴിയാത്തതോടെ മണ്ഡലം ചുമതല അഡോ കമ്മിറ്റിക്ക് കൈമാറി. ഷൈജു ചേരുന്നു. ഷൈജു, എങ്ങനെയായിരിക്കും അന്വേഷണം? ധന്യ, അതായത് ഇന്ന് ചേർന്ന CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2 തീരുമാനങ്ങളാണ് എത്തിയത്. ഒന്ന്, ഈ മണ്ഡലം സമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച് പിരിച്ചുവിടേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്നതാണ്. അതിനുവേണ്ടി AIYFന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലയിലെ പ്രമുഖ CPI നേതാവുമായ ടി ജിസ്മോൻ ഉൾപ്പെടെയുള്ള 3-അംഗ സമിതിയെ ഇതിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഭാരവാഹി തെരഞ്ഞെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു അഡ്ഹോc കമ്മിറ്റിയെ തീരുമാനിക്കാനുണ്ടായത്. അതിൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ PV സത്യനേശനെ കൺവീനറാക്കിക്കൊണ്ടും 10 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അംഗങ്ങളായുമാണ് പുതിയ അഡ്ഹോc കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവാക്കളെ പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു സമ്മേളനത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ആക്ഷേപത്തെ തുടർന്നായിരുന്നു 74-കാരനായ പഴയ സെക്രട്ടറിയെ വീണ്ടും നിലനിർത്താനുള്ള ശ്രമത്തെ എതിർത്ത് മത്സരം പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നത്. മത്സരിക്കാൻ പാടില്ലെന്ന CPIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അവഗണിച്ച് മത്സരിക്കാൻ വന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നേതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി P. പ്രസാദിന്റെ സാന്നിധ്യത്തിലുണ്ടായ തർക്കം ഒടുവിൽ പിരിച്ചുവിടലിലേക്ക് കലാശിക്കുകയായിരുന്നു. അതിനുള്ള ഒരു പരിഹാരത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ധന്യ. ശരി ഷൈജു.